തലപതി വിജയ് നടിച്ച കത്തി നമ്മുടെ മുരുകദോസ് ഡയറക്ഷനിൽ ഇറങ്ങിയ മൂവിയാണ്. അനിരുദ്ധാണ് മ്യൂസിക് ആയിട്ടുള്ളത്. ആ പടം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഒരു പക്ക കൊമേഴ്ഷ്യൽ മൂവിയാണ്, പക്ക കൊമേഴ്ഷ്യൽ സ്റ്റഫാണ് ആ പടം. എന്ന് പറഞ്ഞാൽ ഫൈറ്റിന് ഫൈറ്റ്, ഇമോഷന്, നല്ലൊരു സ്റ്റോറി ആണെങ്കിൽ നല്ലൊരു സ്റ്റോറി, ഡബിൾ ആക്ഷൻ മൂവിയാണ്. രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ജീവാനന്ദം, കതിരേശൻ. ഇപ്പൊ കതിരേശൻ എന്നുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് പക്ക ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മാസും ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു മെയിൻ ക്യാരക്ടറാണ് കതിരേശൻ എന്ന് പറയുന്നത്. ജീവാനന്ദം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു പാവപ്പെട്ട, അത്യാവശ്യം നല്ല പഠിപ്പും വിവരമുള്ള, അത്യാവശ്യം കാര്യങ്ങൾ അറിയാന്നുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് ജീവാനന്ദം എന്ന് പറയുന്നത്. ജീവാനന്ദം ഒരു പാവം ക്യാരക്ടറാണ്. അതിൻ്റെ അകത്ത് പുള്ളി ഫൈറ്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു മാസമായിട്ടുള്ള സംഭവം പുള്ളിക്കാരനില്ല. പക്ഷെ കതിരേശൻ നേരെ ഓപ്പോസിറ്റ് ആണ്. പുള്ളി നല്ല ഫൈറ്റും കാര്യങ്ങളും എല്ലാം മാസമായിട്ടുള്ള, അല്ല പുള്ളി ഒരു ശരിക്കും ഒരു എന്താ പറയുക, ഒരു കള്ളനാണ്. ജയിലിൽ ചാടി വരുന്ന ഒരു ജയിൽ കൈദിയാണ്. അങ്ങനെ പയ്യ ജയിൽ ചാടി അതിനുശേഷം വരുന്ന ഒരു സ്റ്റോറിയാണ് ആ സിനിമ. പക്ഷെ സിനിമ പെട്ടെന്ന് ഇന്നാവുന്ന സിനിമയാണ്. ഒരുപാട് ഇങ്ങനെ വലിച്ചു നീട്ടാതെ തുടക്കം തന്നെ ആ ഒരു എന്താ പറയുക, ഒരു ഫസ്റ്റ് ഇൻട്രോ സോങ്ങിന് ശേഷം തന്നെ ആ സിനിമ അങ്ങ് ഇന്നാവുകയാണ്. എന്താണ് സംഭവം എന്നുള്ളത് അതിലോട്ട് ഇന്നാവുകയാണ്. അപ്പൊ ആദ്യം ഇൻട്രോയിൽ വരെ പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു പൈസയ്ക്ക് വേണ്ടി അങ്ങനെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. പൈസയ്ക്ക് വേണ്ടി എങ്ങനെ രക്ഷപ്പെടണം, പൈസ എന്നുള്ളൊരു മൈൻഡുള്ളൊരു ക്യാരക്ടറായിട്ടാണ്. എന്തോ ആയിക്കോട്ടെ പൈസ മതി എന്നുള്ള മൈൻഡുള്ളതാണ്. പക്ഷെ ആ ഇന്റർവെല്ലിൽ എത്താറാവുമ്പോൾ ആ ഒരു ബാക്ക് സ്റ്റോറിക്ക് ശേഷം പുള്ളിയുടെ ക്യാരക്ടറിൽ വരുന്ന ഒരു വ്യത്യാസമുണ്ട്. ആ ഒരു കുറ്റബോധം,